നമസ്കാരം. HTML ക്ലാസ് 6ലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് HTML ടേബിൾസിനെ കുറിച്ചിട്ടായിരുന്നു. ടേബിൾ എങ്ങനെയാണ് ഒരു ടേബിൾ HTML വഴി നമുക്ക് ക്രിയേറ്റ് ചെയ്യണേ എന്നുള്ളത് നമ്മൾ പഠിച്ചു. ടേബിളിൻ്റെ ടാഗ് നമ്മൾ പഠിച്ചു. ടേബിളിൻ്റെ ഹെഡർ ടാഗ് എന്ന് പറയുന്നത് TH എന്നുള്ള ടാഗാണ് ഹെഡറിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. സെൽസിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് TD എന്ന് പറഞ്ഞ സെല്ലാണ് ടാഗാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ റോയിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് TR സെല്ലാണ് യൂസ് ചെയ്യണത് എന്ന് നമ്മൾ കണ്ടിരുന്നു. അതുപോലെ ഹെഡേഴ്സിനെ ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് THead എന്ന് പറയുന്ന ടാഗ് നമ്മൾ യൂസ് ചെയ്യുന്നതായിട്ട് കണ്ടു. ഇനി ടാഗിൻ്റെ തന്നെ ഇപ്പോൾ ടേബിളിൽ നമ്മൾ ബോർഡറുള്ള ടേബിൾ കണ്ടു. ആ ബോർഡറിന് നമ്മളെങ്ങനെ കളറ് കൊടുക്കാം, അല്ലെങ്കിൽ ഓരോ ഫീൽഡിനും ഓരോ കോളത്തിനും നമുക്ക് എങ്ങനെ സെപ്പറേറ്റ് കളർ കൊടുക്കാം എന്നുള്ള പ്രോപ്പർട്ടീസും കാര്യങ്ങളും നമ്മൾ കണ്ടിരുന്നു. ഇന്ന് നമ്മൾ നോക്കുന്നത് ഫ്രെയിം ആട്രിബ്യൂട്ടിനെ കുറിച്ചിട്ടാണ്. ഫ്രെയിം എന്ന് പറയുന്നത് നമ്മളൊരു ടേബിൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ടേബിളിൽ ഫുൾ ബോർഡർ ആണ് നമ്മൾ കണ്ടിരുന്നത്. ബോർഡറിൻ്റെ വാല്യൂ 1 അല്ലെങ്കിൽ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ടേബിളിന് ഫുൾ എല്ലാ ഔട്ട്ലൈൻ എല്ലാ ബോർഡേഴ്സും നമുക്ക് അതിൽ ഉണ്ടാവും. എന്നാൽ ടേബിളിൽ നമുക്ക് ബോർഡർലെസ് ആയിട്ടുള്ള ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ബോർഡർ എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട്, ആ ടേബിളിൻ്റെ ബോർഡർ എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് 0 നമ്മൾ സെറ്റ് ചെയ്താൽ ബോർഡർലെസ് ആയിട്ടുള്ള ടേബിളാണ് നമുക്ക് കിട്ടുക എന്നുള്ളതാണ് നമുക്കറിയാം. ഇനി നമുക്ക് ഒരു ടേബിളിൻ്റെ ബോർഡർ നമുക്ക് പല രീതിയിൽ ആട്രിബ്യൂട്ട്സ് വെച്ചിട്ട് നമുക്ക് ബോർഡർലെസ് ടേബിൾസ് നമുക്ക് ആവശ്യാനുസരണം ഔട്ട്സൈഡ് ബോർഡേഴ്സ്, അതേപോലെ തന്നെ എബോവ് ബിലോ, അതുപോലെ ഹൊറിസോണ്ടൽ സൈഡ്സ്, വെർട്ടിക്കൽ സൈഡ്സ് എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബോർഡേഴ്സിന് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ബോർഡേഴ്സിന് കറസ്പോണ്ട് ചെയ്തിട്ടുള്ള ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് വോയിഡ് എന്ന് പറഞ്ഞാൽ 0, അതായത് ഒരു ബോർഡറും ഇല്ല എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ ബോക്സ് ബോർഡർ, അതേപോലെ എബോവ് ബിലോ, ഹൊറിസോണ്ടൽ സൈഡ്സ്, വെർട്ടിക്കൽ സൈഡ്സ് എന്നിങ്ങനെ ബോർഡറിന് ആട്രിബ്യൂട്ട്സ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട അതേ എക്സാമ്പിൾ തന്നെയാണ് കഴിഞ്ഞ ക്ലാസ്സിലെ വീഡിയോസിൽ കണ്ട അതേ എക്സാമ്പിളാണ്. അതിൽ നമ്മൾ ഒരു ആട്രിബ്യൂട്ട് കൊടുത്തിട്ടുണ്ട് ബോർഡർ ഈക്വൽ ടു 0. ടേബിൾ ബോർഡർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ടേബിളിൽ ബോർഡർ എന്ന് പറയുന്നത് ഇല്ല. ഇനി അലൈൻ ഈക്വൽ ടു സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലത്തെ എലമെൻറ്റ്സ് എല്ലാം സെൻട്രൽ അലൈൻഡ് ആയിരിക്കും. പിന്നെ ഇവിടെ നമ്മൾ ഫ്രെയിം ആട്രിബ്യൂട്ട് കൊണ്ടുവരുന്നുണ്ട്. ഈ ഫ്രെയിം ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് വി സൈഡ്സ് എന്നാണ്, വെർട്ടിക്കൽ സൈഡ്സ്. അതായത് ഈ ടേബിളിൻ്റെ ഔട്ട്സൈഡ് 2 വെർട്ടിക്കൽ ലൈൻസ് ഓട്ടോമാറ്റിക്കലി, അതായത് ബോർഡർ ക്രിയേറ്റ് ആവും എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഈ ഫ്രെയിം ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് ശരിക്കും അവിടെ ചെയ്യുന്നത് ടേബിളിന് ഔട്ട്സൈഡ് 2 വെർട്ടിക്കൽ ലൈൻസ് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ TR എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ടേബിളിനെ റോയിനെ ഐഡൻറ്റിഫൈ ചെയ്യാനാണ്. ആ റോയിൽ തന്നെ 2 ഹെഡേഴ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഒരു ഹെഡർ എന്ന് പറയുന്നത് മന്തും അടുത്ത ഹെഡർ എന്ന് പറയുന്നത് സേവിങ്സും. അപ്പോൾ 2 ഹെഡറാണ്. ഹെഡർ എന്ന് പറയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി കാര്യങ്ങൾ എന്താണെന്നറിയാം, ഹെഡർ ടാഗ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് സെൻറ്റർ അലൈൻഡും അതുപോലെ ബോൾഡും ആയി മാറും. അടുത്ത റോയിൽ നമ്മൾ കൊടുക്കുന്നത് ജാനുവരിയും അതേപോലെ തന്നെ 10 crores എന്നുള്ള വാല്യൂ ആണ്. ഇത് നമ്മൾ സെല്ലിലാണ് റെപ്രസെൻറ്റ് ചെയ്യണത് എന്നുള്ളതുകൊണ്ട് നമ്മൾ TD എന്ന് പറഞ്ഞിട്ടായിരിക്കും കൊടുക്കുക. അതായത് ടേബിൾ ഡാറ്റ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം ആ റോ നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക്കലി നമ്മൾ കാര്യം മനസ്സിലാവും, നമ്മൾ ഹെഡർ ഒഴിച്ച് ബാക്കി ഏത് റോ ആണെങ്കിലും അത് ലെഫ്റ്റ് അലൈൻഡ് ആയിട്ടായിരിക്കും ഡിസ്പ്ലേ ചെയ്യുക. പക്ഷേ നമ്മളിവിടെ ടേബിളിൽ അലൈൻമെൻറ്റ് സെൻറ്റർ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളതുകൊണ്ട് എല്ലാ ഡാറ്റ എലമെൻറ്റ്സും ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും, സെൻറ്റർ അലൈൻഡ് ആയിരിക്കും. ഇങ്ങനെയാണ് ആ ഒരു ടേബിൾ ടാഗ് ക്ലോസ് ചെയ്തിട്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിന് ഔട്ട്പുട്ടായിട്ട് നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് എന്തായിരിക്കും, ഔട്ട്പുട്ടിൽ നമ്മുടെ ഔട്ട്സൈഡായിട്ട് 2 വെർട്ടിക്കൽ ബോർഡേഴ്സാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവുക. ഈ കോഡ് നമ്മൾ HTML എന്ത് കാര്യം നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും HTML ചെയ്ത് നോക്കുക, അതായത് ബ്രൗസറിൽ റൺ ചെയ്യുക. പല ആട്രിബ്യൂട്ട്സുകളിൽ പ്രോപ്പർട്ടീസും കാര്യങ്ങളും നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാതെ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. HTML എക്സിക്യൂട്ട് ചെയ്യാൻ യാതൊരു പാടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, എല്ലാവർക്കും അറിയുന്നുണ്ടാവും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ്. കാരണം കുറേ നാളായിട്ട് ടച്ച് ഇല്ലാത്തവരായിരിക്കും. അപ്പോൾ നമുക്ക് പറയുകയാണ്, നമ്മളൊരു നോട്ട് പാഡ് എടുക്കുക, നോട്ട് പാഡിൽ നമ്മൾ HTML എന്ന് പറഞ്ഞാൽ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമ്മൾ HTML ക്ലോസ് ചെയ്യുന്നു. അതിൻ്റെ ഇടയിൽ നമ്മൾ ബോഡി ടാഗിനുള്ളിൽ എഴുതുന്നതാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. ഈവൻ നമ്മൾ ടേബിൾ ടാഗ് നമ്മൾ ജസ്റ്റ് റെപ്രസെൻറ്റ് ചെയ്യുക. HTML എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ ഡിസ്പ്ലേ ചെയ്യില്ല എന്നേ ഉള്ളൂ, അല്ലാതെ നമുക്ക് എറർ എന്താണെന്ന് കാണിക്കില്ല, ബിക്കോസ് അത് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. അപ്പോൾ നമ്മൾ നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ HTML ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് അതിനുള്ളിൽ എന്ത് കണ്ടന്റ് നമ്മൾ എഴുതി കഴിഞ്ഞാലും അത് ബ്രൗസറിൽ എന്ത് ചെയ്യും,
ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ ഈ ടേബിളിൻ്റെ കേസും എല്ലാ HTML-ൻ്റെതും ചെയ്ത് നോക്കുക. ആ നോട്ട് പാഡ് .html ആയിട്ട് സേവ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ബ്രൗസറിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്താലും മതി. ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഗൂഗിൾ ക്രോമിലോ ഇൻ്റർനെറ്റ് എക്സ്പ്ലോററിലോ നോക്കുക. കാരണം ഒരുവിധ എല്ലാ പ്ലഗിൻസും അതിൽ റൺ ആവും എന്നുള്ളതുകൊണ്ടാണ്. ഇനി അതേപോലെ തന്നെ ഫ്രെയിംസ് പോലെ തന്നെ അടുത്തൊരു ആട്രിബ്യൂട്ടാണ് റൂൾസ് ആട്രിബ്യൂട്ട്. ഇപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഔട്ട്സൈഡ് ബോർഡർ കണ്ടിരുന്നു. അതേപോലെ തന്നെ ഇൻസൈഡ് ബോർഡർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് റൂൾസ് ആട്രിബ്യൂട്ട്. ആ റൂൾസ് ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് റോസ്, കോളംസ്, നൺ, ഓൾ. ഇതിൽ റോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോസിൽ നമുക്ക് എന്ത് ചെയ്യും, വാല്യൂസ്, അതായത് നമുക്ക് ഒരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ലൈൻസ് നമുക്ക് റോസിൽ കിട്ടും. കോളംസ് ആണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് കോളത്തിൽ കിട്ടും. നണ്ണാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു റൂൾ നമ്മൾ കൊടുക്കുന്നില്ല, അത് അത് സ്പേസിങ് എന്നുള്ള രീതിയിൽ വരും. അതേപോലെ ഓൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടേബിളിലെ എല്ലാ ഫീൽഡുകളും എന്തായിരിക്കും, ബോർഡേഴ്സ് ഉണ്ടായിരിക്കും. ഇപ്പം നിലവിൽ നമ്മൾ ടേബിളിലെ ബോർഡർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോർഡർ നമ്മൾ കൊടുക്കുന്നില്ല, അതായത് ബോർഡർ 0 ആയിട്ടാണ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്. അലൈൻ സെൻറ്റർ എന്ന് പറഞ്ഞാൽ എലമെൻറ്റ്സ് എല്ലാം സെൻറ്റർ അലൈൻഡ് ആയിരിക്കും. ഫ്രെയിം എന്ന് പറയുന്നത് വി സൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ സ്ലൈഡിൽ നമ്മൾ കണ്ടിരുന്നു. വി സൈഡ്സ് എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ് ബോർഡർ ആണ് വരുന്നത്. സോ ഇതിലും ഔട്ട്സൈഡ് ബോർഡർ തന്നെയാണ് നമുക്ക് കിട്ടുക. ഇനി റൂൾസ് ഈക്വൽ ടു റോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോസിൽ എന്തുണ്ടായിരിക്കും, ഒരു സെപ്പറേഷൻ ഉണ്ടായിരിക്കും. ആ സെപ്പറേഷൻ ആണ് ആ ഹൊറിസോണ്ടൽ ലൈൻ കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. ഹൊറിസോണ്ടൽ ലൈൻ ഇപ്പോൾ നമ്മൾ എത്ര റോസ് കൊടുക്കുന്നോ ആ റോസിനൊക്കെ ആ റൂള് ബാധകമായിരിക്കും എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ബാക്കി കോഡ് എന്ന് പറയുന്നത് നേരത്തെ സിമിലർ തന്നെയായിരിക്കും. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് കോൾ ടാഗ് ആണ്. കോൾ ടാഗ് എന്ന് പറയുന്നത് നമ്മൾ ഒരു കോളത്തിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കോളത്തിന് നമുക്ക് എന്തുണ്ടാവും, ആട്രിബ്യൂട്ട്സ് ആയിട്ട് വിഡ്ത്ത്, അതേപോലെ കോളം സ്റ്റൈലും നമുക്ക് കോൾ ടാഗിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ബോർഡേഡ് ആയിട്ടുള്ള ഒരു ടേബിളാണ് നമ്മളിവിടെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ ബോർഡർ ഈക്വൽ ടു 1 കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഔട്ട്സൈഡ് ബോർഡർ ഉണ്ടായിരിക്കും. അലൈൻ സെൻറ്റർ എന്ന് വെച്ചാൽ സെൻറ്റർ ലൈൻഡ് ആയിരിക്കും. ഇനി കോളത്തിൻ്റെ വിഡ്ത്ത് 200 എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സോ നമ്മൾ ഉപയോഗിക്കുന്ന കോളം എന്ന് പറയുന്നത്, കോളത്തിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 200 എന്നുള്ള രീതിയിലായിരിക്കും നമുക്ക് കിട്ടുക. അതായത് സെൻറ്റിമീറ്റർ ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവാം. അപ്പോൾ സെൻറ്റിമീറ്റർ അതായത് ആ ആനുപാതികമായിട്ടുള്ള സ്ക്രീൻ സൈസിനോട് ആനുപാതികമായിട്ടുള്ള കോളം വിഡ്ത്തായിരിക്കും നമുക്ക് അവിടെ കിട്ടുന്നുണ്ടാവുക. അതേപോലെ തന്നെ നമ്മൾ ഹെഡർ റോ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് മന്ത് സേവിങ്സ് എന്ന് പറഞ്ഞിട്ട്. അതേപോലെ തന്നെ ഡാറ്റ എലമെൻ്റ് ആയിട്ട് ജാനുവരി, അതേപോലെ തന്നെ നമ്മൾ 10 crores കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ പിന്നെ നെക്സ്റ്റ് ആയിട്ട് ജൂണും അതേപോലെ ജൂലൈയും അതിനെ കറസ്പോണ്ട് ചെയ്തിട്ടുള്ള ഡാറ്റയും നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ നമുക്ക് മനസ്സിലാവുക കോളത്തിൻ്റെ വിഡ്ത്തിൽ മാത്രമാണ് ചേഞ്ച് വരുന്നത്. പിന്നെ ഇവിടെ ടേബിളിൻ്റെ ബോർഡർ നമ്മൾ കൊടുത്തിട്ടുണ്ട് 1. അപ്പോൾ കോളത്തിൻ്റെ ഒരു ആട്രിബ്യൂട്ടാണ് വിഡ്ത്ത് എന്നുള്ള രീതിയിലും നമുക്ക് മനസ്സിലാക്കി വയ്ക്കാം. ഇനി നെക്സ്റ്റ് ഒരു എക്സാമ്പിളാണ്. അതായത് നമ്മൾ ഇത് ചെയ്ത് നോക്കുക. ഇതിൽ പല ആട്രിബ്യൂട്ട്സ് നമ്മൾ കൊടുക്കുക, വി സൈഡ്സ്, അതേപോലെ തന്നെ റൂൾസ് ആട്രിബ്യൂട്ട്, ഫ്രെയിം ആട്രിബ്യൂട്ട്, ഇതൊക്കെ നമ്മൾ കൊടുത്തിട്ട് ചെയ്ത് നോക്കുക. ഇവിടെ ഇത് ചെയ്ത് നോക്കാനുള്ള ഒരു എക്സാമ്പിളാണ് നമ്മൾ ബ്രൗസറിൽ റൺ ചെയ്ത് നോക്കുക. HTML ആയിട്ട് സേവ് ചെയ്തതിന് ശേഷം നമ്മൾ ടേബിൾ ടാഗ് ക്രിയേറ്റ് ചെയ്തിട്ട്, അതായത് ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതായത് ടേബിൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ടേബിൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഹെഡർ റോ ആയിട്ട് നമ്മൾ 3 ഹെഡർ റോ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, മാർക്സ്. ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മളിവിടെ ബോർഡേഴ്സ് ഒന്നും സ്പെസിഫൈ ചെയ്തിട്ടില്ല. സോ അതിന് ബോർഡർലെസ് ആയിട്ടായിരിക്കും ഇത് വരിക. ഹെഡർ റോ ആയതുകൊണ്ട് തന്നെ ഈ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, മാർക്സ് എന്നുള്ളത് ബോൾഡ് ആയിരിക്കും, സെൻട്രൽ ലൈൻഡ് ആയിരിക്കും. അതിനുശേഷം നമ്മൾ ടേബിളിൽ ഡാറ്റ കൊടുത്തിട്ടുണ്ട് സോന J60. സോന എന്ന് പറയുന്നത് ഫസ്റ്റ് നെയിമിന് കറസ്പോണ്ട് ചെയ്തിട്ടുള്ള റോ ആയിരിക്കും, ലാസ്റ്റ് നെയിമിന് കറസ്പോണ്ട് ചെയ്തിട്ടുള്ള റോ ആയിരിക്കും J, ആൻഡ് മാർക്സിന് കറസ്പോണ്ട് ചെയ്തിട്ടുള്ള റോ ആയിരിക്കും 60. അതേപോലെ തന്നെ നെക്സ്റ്റ് ജെയിംസ്, വില്യംസ്, അതേപോലെ തന്നെ 80 എന്ന് പറയുന്നത് അടുത്ത റോ ആയിട്ടും, സ്വാതി, അത് ശിവ 82, ആൻഡ് ചാന്ദിനി, ജോഷി ആൻഡ് 72 എന്നുള്ളതിൽ നെക്സ്റ്റ് റോ ആയിട്ടും നമുക്ക് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൽ മൊത്തം 3 ഹെഡർ ഉണ്ട്. അതേപോലെ തന്നെ 4 റോസും നമുക്കിതിൽ കിട്ടും, ബോർഡേഴ്സ് ഉണ്ടായിരിക്കില്ല. ഇതൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കുക. അതിന് വേണ്ടിയിട്ടാണ് നെക്സ്റ്റ് ഒരു സ്ലൈഡ് വിട്ടിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് നമുക്ക് ഉള്ള ടാഗാണ് സ്ക്രിപ്റ്റും അതേപോലെ സ്റ്റൈൽ ടാഗും. നമുക്കറിയാം ജാവാ സ്ക്രിപ്റ്റ് നമുക്ക് HTML നമുക്ക് ജാവാ സ്ക്രിപ്റ്റ് എംബഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അജേഷ് സാർ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും. നമുക്ക് സ്ക്രിപ്റ്റ് ടാഗിനുള്ളിലായിരിക്കും നമ്മൾ എഴുതുക. ഈ സ്ക്രിപ്റ്റ് ടാഗ് എന്ന് പറയുന്നത് ഒരു പെയർഡ് ടാഗാണ്, എംപ്റ്റി ടാഗ് അല്ല.
പേ ടാഗ് എന്ന് പറഞ്ഞാൽ സ്ക്രിപ്റ്റ് ടാഗിനുള്ളിൽ നമ്മൾ എന്താണോ നമ്മൾ എഴുതുന്നത് ആ സ്ക്രിപ്റ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് HTML എലമെൻറ്റ്സിൽ നമുക്ക് എല്ലാ ഓപ്പറേഷൻസും പെർഫോം ചെയ്യാൻ പറ്റും. ആഡ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും എല്ലാത്തിനും സാധിക്കും. അപ്ഡേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എഡിറ്റ് ചെയ്യാനും എല്ലാത്തിനും സാധിക്കും. ഓക്കെ, അപ്പോൾ അത് നമ്മൾ HTML ID യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് സ്ക്രിപ്റ്റ് ടാഗിൻ്റെ, അതായത് നമ്മുടെ സ്ക്രിപ്റ്റ് ടാഗ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്രൗസറിൻ്റെ പ്രോപ്പർട്ടിയാണ് ഡോക്യുമെൻറ്റ്. ഈ ഡോക്യുമെൻറ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ID എന്ന് പറയുന്നത്, ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് ഒരു ബ്രൗസറിനെ മൊത്തം ആ ക്ലാസ്സിനെ ആ ഡോക്യുമെൻറ്റിനാണ് ഉദ്ദേശിക്കുന്നത്. ഈ നമ്മൾ കൊടുക്കുന്ന HTML എലമെൻറ്റ്, ഒരു എലമെൻറ്റ് ഒരു ഐഡൻറ്റിഫയർ ഉണ്ട്. ആ ഐഡൻറ്റിഫയർ ആണ് നമ്മൾ ആ ബ്രാക്കറ്റിൽ ഡെമോ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത്. ഡോട്ട് ഇന്നർ HTML എന്ന് പറഞ്ഞാൽ HTML പാരാമീറ്റർ നമ്മൾ ആക്സസ് ചെയ്യാണ്. ഈക്വൽ ടു ഹലോ എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു നമ്മൾ കൊടുക്കുന്ന വാല്യൂ, ആ വാല്യൂ നമുക്ക് ഏത് വേണമെങ്കിൽ കൊടുക്കാം. ആ ID എന്ന് പറയുന്നതാണ് ഇവിടെ ഡെമോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അവിടെ ഏത് ID ആണ് നമ്മൾ HTML യൂസ് ചെയ്യുന്ന ID നമുക്ക് അവിടെ കൊടുത്തിട്ട് നമുക്ക് അതിലെ HTML എലമെൻറ്റ്സിന് നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. സോ ജാവാസ്ക്രിപ്റ്റോ അതേപോലെ തന്നെ ഏതൊരു ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ഉപയോഗിക്കുകയാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യും, ഈ മീൻസ് ഡോക്യുമെൻറ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ID അല്ലെങ്കിൽ ഗെറ്റ് എലമെൻറ്റ് ബൈ നെയിം എന്നുള്ള വാല്യൂസ്, അതിന് പ്രോപ്പർട്ടീസ്, ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യും. സ്ക്രിപ്റ്റ് ടാഗിനുള്ളിലായിരിക്കും എഴുതാം. പിന്നെ നമുക്കറിയാം ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഒരു HTML എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള വെബ്സൈറ്റാണ് നമുക്ക് HTML കൊണ്ട് ചെയ്യാൻ സാധിക്കുക. ഡൈനാമിക് HTML ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ HTML തന്നെ നമുക്ക് കുറച്ചുകൂടി ഡൈനാമിക് ആയിട്ട് റെസ്പോൺസീവ് ആയിട്ട് ക്ലയൻറ്റ് സൈഡ് ആയിട്ടുള്ള സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ജാവാസ്ക്രിപ്റ്റാണ്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് കുറച്ചുകൂടി ഇൻറ്ററാക്റ്റീവ് ആക്കാനായിട്ട് സാധിക്കും. അതായത് ഫ്രീക്വൻ്റ് ആയിട്ടുള്ള റീഫ്രഷുകളൊക്കെ ഒഴിവാക്കി നമുക്ക് ഇപ്പോൾ ഒരു സൈറ്റ് പോസ്റ്റ് ബാക്ക്, ഓരോ തവണ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പോസ്റ്റ് ബാക്ക് ആയിരിക്കും റൺ ചെയ്യുക. അതായത് ആ വെബ്സൈറ്റ് ഹോളായിട്ട് എന്നുള്ളത് എന്തായിരിക്കും, റീഫ്രഷ് ആവുകയാണ് ചെയ്യുക. അതൊക്കെ ഒഴിവാക്കി നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ഡാറ്റ ക്ലയൻറ്റ്, അതായത് സെർവറിൽ ക്ലയൻറ്റിലേക്ക് വരാനുള്ള, അല്ലെങ്കിൽ ക്ലയൻറ്റ് സൈഡ് വാലിഡേഷൻസ് ഒക്കെ പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ്, പവർഫുൾ ടൂളാണ് ജാവാസ്ക്രിപ്റ്റ്. നമുക്കറിയാം ജാവാസ്ക്രിപ്റ്റും ജാവയും തമ്മിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ജാവാസ്ക്രിപ്റ്റിൻ്റെ ഫസ്റ്റത്തെ പേര് നമുക്കറിയാം മോച്ച എന്ന് പറഞ്ഞിട്ട് ഉള്ളതാണ്. അത് ശരിക്ക് അത് ഒരു ഡൈനാമിക് ആയിട്ടുള്ള വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ്. ഇനി ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഒരു ക്ലയൻറ്റ് സൈഡ് ആയിട്ടുള്ള ലാംഗ്വേജ് ആണ്. എന്നാൽ സെർവർ സൈഡ് ആയിട്ടുള്ള ലാംഗ്വേജ് നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും, Node.js ആണ്. Node.js എന്ന് പറയുന്നത് സെർവർ സൈഡ് ആയിട്ടുള്ള ജാവാസ്ക്രിപ്റ്റ് ലാംഗ്വേജ് ആണ്. അതേപോലെ തന്നെ ഇപ്പം നമ്മളെല്ലാവരും ഡെവലപ്പേഴ്സ് വർക്ക് ചെയ്യുന്ന റിയാക്റ്റ്, അതേപോലെ തന്നെ ആംഗുലർ, ഇതൊക്കെ ജാവാസ്ക്രിപ്റ്റിൻ്റെ വകഭേദമാണ്. സോ ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ് എന്നുള്ളത് കൂടി മനസ്സിലാക്കി വയ്ക്കുക. അടുത്ത് നമ്മൾ പറയാനുള്ളത് സ്റ്റൈൽ ടാഗിനെ കുറിച്ചിട്ടാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം CSS എന്ന് പറഞ്ഞാൽ കാസ്കേഡിങ് സ്റ്റൈൽ ഷീറ്റ്സ് എന്നാണ് പറയുക. ഇപ്പോൾ ഒരു ഡോക്യുമെൻറ്റിൽ നമുക്ക് സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ട്, അതായത് നമുക്ക് എന്തെങ്കിലും ഒരു ഗ്ലോബലായിട്ട് നമ്മൾ സ്റ്റൈൽ സ്പെസിഫൈ ചെയ്യണം. ഓരോ എലമെൻറ്റിനും നമ്മൾ HTML ഓരോ പേജിനും നമ്മൾ സ്റ്റൈല് നമ്മൾ സ്പെസിഫൈ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് അത്രയും വലുതായിരിക്കും. അപ്പോൾ നമുക്കത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു സ്റ്റൈൽ ഷീറ്റ് എക്സ്റ്റേണൽ ആയിട്ട് എഴുതി വെച്ചിട്ട് അതിനെ നമ്മൾ കോൾ ചെയ്യാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ സ്റ്റൈൽ നമുക്ക് എന്തിൽ യൂസ് ചെയ്യാൻ പറ്റും, ഓൾമോസ്റ്റ് എല്ലാ HTML എലമെൻറ്റ്സിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് സ്റ്റൈൽ ആട്രിബ്യൂട്ട്. ഒരു വെബ് പേജിനെ ഗ്ലോബൽ ആട്രിബ്യൂട്ടായിട്ട് നമ്മൾ സേവ് ചെയ്യാൻ വേണ്ടി. അതിൽ ഇവിടെ താഴെ കാണിച്ചിട്ടുള്ള എക്സാമ്പിളിൽ H1 സ്റ്റൈൽ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് കളർ യെല്ലോ എന്ന് പറഞ്ഞിട്ട്, ഇവിടെ സ്റ്റൈൽ എന്ന് പറയുന്നത് യെല്ലോ കളറായിട്ട് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഹെഡർ, അതായത് H1 ഏറ്റവും ലാർജസ്റ്റ് ഹെഡിങ്ങിലാണ് അപ്ലൈ ചെയ്യുന്നത്. അതിൻ്റെ നമ്മൾ വെബ് ടെക്നോളജി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വെബ് ടെക്നോളജി എന്ന് പറയുന്നത് ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹെഡിങ് ആയി, H1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏറ്റവും വലിയ ഹെഡിങ് ആണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹെഡിങ് ആയി മാറും. അതിൻ്റെ കളർ എന്ന് പറയുന്നത് എന്തായിട്ട് മാറും, യെല്ലോ എന്നുള്ള രീതിയിലായിട്ട് മാറും. അപ്പോൾ ഇത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് നോക്കുക. എല്ലാം നമ്മൾ HTML എന്തും നമ്മൾ എക്സിക്യൂട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് വിഷ്വലൈസ് ചെയ്യാനും നമുക്ക് മനസ്സിലാക്കി പഠിക്കാനും സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാം വർക്കൗട്ട് ചെയ്ത് പഠിക്കുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബാക്കിയുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ താങ്ക് യു ഓൾ.